ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും സെപ്റ്റംബറിലെ മാവുകൾക്ക് കൊടുക്കേണ്ട വളപ്രയോഗത്തിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ആദ്യം മെയ് മാസത്തിലും അതുപോലെ ഓഗസ്റ്റ് മാസത്തിലും ജൈവവളങ്ങളും മൈക്രോ ന്യൂട്രിയൻസും മഗ്നീഷ്യം സൾഫേറ്റും അതുപോലെ മെയ്യിൽ പച്ചക്കക്കപ്പൊടിയിട്ട് pH ഒക്കെ കൺട്രോൾ ചെയ്ത് കാൽഷ്യം കണ്ടൻ്റൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. ഇനി എന്താ വെച്ചാൽ ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ഇപ്പോഴും മാവുകൾ തളിരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ജൈവവളങ്ങളിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം കണ്ടന്റ് എല്ലാം വളരെയധികം കുറവാണ്. പക്ഷെ അതേസമയം ജൈവവളങ്ങൾ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ അതൊരു സ്ലോ റിലീസ് ഫെർട്ടിലൈസർ എന്ന് പറയും. അതായത് ഒരു മരത്തിന് വളരെ സാവധാനത്തിലേ ഈ വളം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വളത്തിനെ ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലായി വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ അത് പൊതുവെ മരങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇനി എന്താ വെച്ചാൽ നമ്മൾ നവംബറോടുകൂടി മാവ് പൂക്കണം എന്നുള്ള ഒരു രീതിയിലാണ് അടുത്ത വളപ്രയോഗങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 2 വളപ്രയോഗം നമ്മൾ മെയ്യിലും ഓഗസ്റ്റിലും ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ ചെയ്യേണ്ട വളപ്രയോഗത്തിനെ പറ്റിയാണ് പറയുന്നത്. സെപ്റ്റംബറിൽ നമ്മൾ കൊടുക്കുന്ന വളമാണ് NPK, അതായത് 19-19-19. പ്രധാനമായിട്ട് 100% വാട്ടർ സൊല്യൂബിൾ ഫെർട്ടിലൈസർ മിക്സ്ചറാണിത്. ഫോളിയാർ ആയിട്ടോ ഒപ്പം തന്നെ കടക്കിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇഫ്കോയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പം ഇത് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 2 രീതിയിലും വളം ചെയ്യാറുണ്ട്. അതായത് മണ്ണിലും ഇട്ട് കൊടുക്കും, അതുപോലെ ഫോളിയാർ സ്പ്രേ ആയിട്ടും ചെയ്യും. അപ്പം ഇത് എടുക്കുന്ന രീതി വെച്ചാൽ ഇപ്പോൾ ഇത് പ്രിയൂർ മാവാണ്. ഇത് 6 വർഷം പ്രായമായിട്ടുള്ളൊരു മാവാണ്. അപ്പം ഈ മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ കൊടുക്കുന്നത് മൊത്തത്തിൽ 60 ഗ്രാം NPK ആണ്. 60 ഗ്രാം എന്ന് പറഞ്ഞാൽ 19 19% നൈട്രജൻ, 19% ഫോസ്ഫറസ്, 19% പൊട്ടാസ്യം. അപ്പം ഇത് ഞാൻ കൊടുക്കുന്നത് ഒരു 3 തവണയായിട്ടാണ്. അതായത് ഓരോ 10 ദിവസം ഇടവിട്ടിട്ട് ഇപ്പോൾ 6 വർഷം പ്രായമുള്ള മാവിന് 60 ഗ്രാം കൊടുക്കുമ്പോൾ ഓരോ 10 ദിവസവും കൂടുമ്പോൾ 20 ഗ്രാം വെച്ചിട്ട് കൊടുക്കും. ഈ 20 ഗ്രാം എന്ന് പറയുമ്പോൾ 15 ഗ്രാം ചോട്ടിലും ഇട്ട് കൊടുക്കും, 5 ഗ്രാം ഫോളിയാർ ആയിട്ടും സ്പ്രേ ചെയ്യും. ഇപ്പൊ അത് കാണിച്ചു തരാം അതെങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് എളുപ്പത്തിന് നമുക്ക് ഈ വലിയ സ്പൂണിൽ എടുക്കുന്നത് 15 ഗ്രാം എന്നും ചെറിയ സ്പൂണിൽ എടുക്കുന്നത് 5 ഗ്രാം എന്നും എടുക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പൊതുവെ പറയാറുണ്ട്, ഒന്ന് ചെറുതായിട്ട് ചോട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് NPK ഒരു സ്പൂൺ എടുക്കും. ഇതിനെ നമ്മൾ 15 ഗ്രാം ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ഡ്രമ്മിന്റെ ഏറ്റവും അറ്റഭാഗത്ത് അറ്റത്തായിട്ട് ഇങ്ങനെ പതുക്കെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വേണ്ട, ഇങ്ങനെ വളരെ ഈ കടക്കൽ കൊണ്ട് ഇടരുത്, ഈ ഡ്രമ്മിന്റെ അറ്റത്ത് ഇത് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത മാവിന് നോക്കാം. ഇതിപ്പോ കുളമ്പ് മാവാണ്. അതിൻ്റെയും കട ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 15 ഗ്രാം എടുക്കുക. എന്നിട്ട് അത് ഈ പറഞ്ഞ മാതിരി കുറച്ചായിട്ട് നമ്മൾ പല ഭാഗങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. ഈ മൂലയ്ക്ക് ഇട്ട് കൊടുക്കുക. ഇത് കഴിയുന്നത് ആ മൂലയിലേക്ക് മാറ്റി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് 15 ഗ്രാം വെച്ചിട്ട് ഇട്ട് കൊടുത്തു. ഇനി 10 ദിവസം കഴിഞ്ഞ് വീണ്ടും 15 ഗ്രാം ഇട്ട് കൊടുക്കും. അതിനടുത്ത 10 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും 15 ഗ്രാം ഇട്ട് കൊടുക്കും. അപ്പം മൊത്തത്തിൽ 45 ഗ്രാം ആയി. അതുപോലെ 5 ഗ്രാം വെച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് ഓരോ 10 ദിവസം ഇടവിട്ടിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കും. അപ്പോൾ 5 × 3 15. അപ്പോൾ 45 ഗ്രാം നമ്മൾ ചോട്ടിൽ ഇട്ട് കൊടുക്കും. മൊത്തത്തിൽ 15 ഗ്രാം സ്പ്രേ ചെയ്തും കൊടുക്കും. അത് 10 ദിവസത്തെ ഇടവേളകളാണ് കൊടുക്കുന്നത്. ഒരു കാരണവശാലും ഒറ്റയടിക്ക് ഈ വളങ്ങൾ
ഇട്ട് കൊടുക്കരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കാം. പക്ഷെ ഒരു കാരണവശാലും NPK വളരെ കൂടിയ അളവിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകളെല്ലാം കത്തിപ്പോവാനും അങ്ങനെ ആ ചെടി മോശമാകാനും സാധ്യതയുണ്ട്. ഇനി 3 വർഷം പ്രായമുള്ള പെട്രീഷ്യ മാവിന് ഇട്ട് കൊടുക്കുന്ന രീതി നോക്കാം. ഇപ്പം 3 വർഷം പ്രായമായിട്ടുള്ള മാവിന് ഈ സെപ്റ്റംബർ മാസം ഞാൻ കൊടുക്കുന്നത് മൊത്തം 30 ഗ്രാമാണ്. ഇപ്പം 30 ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 7.5 ഗ്രാം വെച്ചിട്ട് 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും. ഒരു 2.5 ഗ്രാം, ഈ ചെടി ചെറുതായതുകൊണ്ട് ഒരു 2.5 ഗ്രാമൊക്കെ വരുള്ളൂ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴേക്കും. 7.5യും 2.5യും 10 ഗ്രാം. ഈ 10 ഗ്രാം 10 ദിവസം ഇടവിട്ടിട്ട് സെപ്റ്റംബറിൽ നമ്മൾ സ്പ്രേ ചെയ്യും. ഇതിന് എങ്ങനെയാണെന്ന് നോക്കാം. ചെറുതായിട്ട് കടയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 7.5 ഗ്രാം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഇത്ര എടുക്കുകയുള്ളൂ. എന്നിട്ട് അത് വളരെ അറ്റത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. NPK ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ഇതുപോലെ എവിടേക്കാണോ നമ്മൾ NPK ഇട്ടത് അവിടെയൊക്കെ നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഫോളിയാർ ആയിട്ടാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത്. സ്പ്രേ ചെയ്യുന്ന വിധം പറയാം. നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എടുക്കുക. ഇപ്പോൾ വലിയ സ്പൂണാണ് ഉപയോഗിക്കണമെങ്കിൽ വളരെ കുറച്ച് എടുക്കുക. അല്ലെങ്കിൽ ചെറിയ സ്പൂൺ ഇട്ടാലും മതി, അതൊരു 5 ഗ്രാം ആയിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കുക. കാരണം നമ്മൾ മണ്ണിലും കൊടുക്കും, അതുപോലെ തന്നെ ഫോളിയാർ ആയിട്ടും സ്പ്രേ ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് 1 ലിറ്റർ സ്പ്രെയറാണ്, അതിൽ ഒഴിക്കുക. ഗ്ലൗസൊക്കെ വേണേൽ യൂസ് ചെയ്യാം. അതുമാതിരി കണ്ണിൽ വീഴാതിരിക്കാനായിട്ട് നമുക്ക് ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ കാണിക്കുകയാണത്. എന്നിട്ട് നമ്മൾ ഇതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് ഇലയുടെ മുകളിൽ, താഴെ, അതുപോലെ എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇലയുടെ മുകളിലും താഴെ എല്ലാം നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇപ്പോൾ ഫോളിയാർ ആയിട്ടും കൊടുത്തു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ദിവസം ഇടവിട്ടിട്ട് നമ്മൾ മണ്ണിലും ഇട്ട് കൊടുക്കണം, ഒപ്പം തന്നെ ഫോളിയാർ ആയിട്ടും സ്പ്രേ ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും NPKയുടെ ക്വാണ്ടിറ്റി കൂടി പോകരുത്. അതുപോലെ ഇടവേളകളിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഒരിക്കലും കടക്കലിൽ ഇട്ട് കൊടുക്കരുത്. ഡ്രമ്മിൻ്റെ അറ്റത്താണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ സ്പ്രേ ചെയ്യുമ്പോഴും ആ അളവ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇനി NPK കഴിഞ്ഞാൽ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ കൊടുക്കുന്നതാണ് കാൽഷ്യം നൈട്രേറ്റ്. ഈ കാൽഷ്യം ചെടിയുടെ സെല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒപ്പം തന്നെ നല്ലൊരു പ്രതിരോധ ശേഷി കിട്ടാനും എല്ലാം കാൽഷ്യം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇനി കാൽഷ്യം കൊടുക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. അല്ലെങ്കിൽ ഒരു 5-10 ഗ്രാം 10 ഗ്രാം വരെയൊക്കെ നമുക്ക് ഒരു ചെടിയുടെ കടക്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു 10 ഗ്രാം വെച്ചിട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് ഒരു സ്പൂണിൽ
നമുക്ക് ഇതിൽ കുറച്ച് കൂടിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും മാക്സിമം ഒരു 10 ഗ്രാമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് അറ്റത്ത് 10 ഗ്രാം ഇട്ട് കൊടുക്കാം. കാൽഷ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെയ് മാസത്തിലാണ് നമ്മൾ പച്ചക്കക്കപ്പൊടി കൊടുത്തത്. അതിനുശേഷം നമ്മൾ കാൽഷ്യം മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇത് ഫോളിയാറായിട്ട് സ്പ്രേ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരു 5 ഗ്രാം ഇത് കുറച്ചെടുക്കുക. ഒരു 5 ഗ്രാം എടുക്കുക. എന്നിട്ട് നമ്മൾ അത് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതൊരു ക്രിസ്റ്റൽ രൂപത്തിലാണുള്ളത്. അപ്പോൾ നന്നായിട്ട് ഈ വെള്ളത്തിൽ അത് അലിയണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് 1 ലിറ്റർ സ്പ്രേയറിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മരങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇലയുടെ മുകളിലും താഴെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെപ്റ്റംബറിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 വളപ്രയോഗങ്ങളാണ്. ഒന്ന് NPK. അപ്പോൾ അതെങ്ങനെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. കാൽഷ്യം നൈട്രേറ്റ് നമുക്ക് 10 ഗ്രാം ചോട്ടിൽ ഇട്ട് കൊടുക്കാം. പിന്നെ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം. മൊത്തത്തിൽ ഒരു 15 ഗ്രാം ഒക്കെ ഒരു 6 വർഷം പ്രായമുള്ള ചെടിക്കൊക്കെ അത് മതി. പിന്നെ കുറച്ച് കൂടി പോയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ അളവിലാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷെ അതേസമയം ഒരു 3 വർഷം പ്രായമുള്ള ചെടിയാണെങ്കിൽ ഒരു 5 ഗ്രാം കടക്കിൽ ഇട്ട് കൊടുക്കുകയും ഒരു 2.5 ഗ്രാമോളം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ്. ഇതാണ് സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട വളപ്രയോഗം. ഇനി ഈ വർഷത്തെ പ്രത്യേകതകൾ പറയാം. പല മാവുകളും ഇപ്പോൾ പൂത്തിരിക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ നാംഡോക് മൈ ഗ്രീൻ ആണ്. ഇത് നന്നായിട്ട് പൂത്തിരിക്കുന്നത് കണ്ടോ, എല്ലാം പൂത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്തവണത്തെ കാലാവസ്ഥ മാവിനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുളമ്പ് നോക്കാം. ഇവിടെ കുളമ്പും പൂത്തിരിക്കുകയാണ്. മുകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ എല്ലാം കുളമ്പ് പൂത്തിരിക്കുന്നു. ഇനി അടുത്ത മാവ് നോക്കാം. ഇതിപ്പോൾ കർപ്പൂര മാവാണ്. ഞാൻ വളർച്ച കുറവാണെന്ന് പറഞ്ഞ് നാനോ യൂറിയ പ്ലസ് ഒക്കെ സ്പ്രേ ചെയ്തിരുന്നു. ഇതിനും പുതിയ പൂവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ഇലകളും വരുന്നുണ്ട്. ഇവിടെ എല്ലാം പുതിയ പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ചില ശീലങ്ങൾ പൂത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ പെട്രീഷ്യ നോക്കാം. പെട്രീഷ്യ സംബന്ധിച്ചിടത്തോളം അതും പൂത്തിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു മാവ് പൂക്കാനും കായ്ക്കാനും ഒരു പ്രധാന ഘടകമാണ്. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ മഴ പെയ്തപ്പോഴേക്കും ഒരു ഓഗസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഞ്ഞ് ഫോം ചെയ്തു. അപ്പോൾ കുറച്ച് നാളത്തേക്ക് നല്ല മഞ്ഞ് ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേയൊക്കെ വെയിൽ വരാൻ തുടങ്ങി, മഴ കുറച്ച് കുറയുകയും ചെയ്തു. അതേ തുടർന്ന് മാവുകൾക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷനായിട്ട് അതിപ്പോൾ പൂത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ പൂക്കളൊന്നും അത്ര ശ്രദ്ധിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ അത് കായായിട്ട് മാറിയേക്കും, അല്ലെങ്കിൽ അത് അടുത്ത മഴയിലൊക്കെ കൊഴിഞ്ഞു പോകും. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നവംബർ ഡിസംബർ മാസത്തോടെ നന്നായിട്ട് മാവ് പൂക്കുകയും നന്നായിട്ട് കായ്ക്കുകയും വേണം. അതിനുള്ള വളപ്രയോഗങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നന്നായിട്ട് വളപ്രയോഗം ചെയ്തവർക്ക് തീർച്ചയായിട്ടും നവംബർ ഡിസംബറിൽ നമുക്കൊരു നല്ല കാലാവസ്ഥ ഉണ്ടാവുമെന്നും അത് മാവുകൾ നന്നായിട്ട് കായ്ക്കുകയും പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷവുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.